ഹരി ഓം. ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ ദേവനന്ദു. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ അല്ലെ. 2025 മിക്ക ഗ്രഹങ്ങളും രാശി മാറുന്നുണ്ട് അല്ലെ. എല്ലാ ഗ്രഹങ്ങളും വ്യാഴൻ രാശി മാറുന്നുണ്ട്, ശനി രാശി മാറി, അതുപോലെ തന്നെ രാഹു കേതുക്കൾ രാശി മാറുന്നുണ്ട്. പിന്നെ മറ്റു ഗ്രഹങ്ങൾ കൃത്യ ടൈമുകൾ അനുസരിച്ച് മാറുന്നുണ്ട്. പ്രധാനപ്പെട്ട ഗ്രഹങ്ങളായ ഇവര് 4 പേരും രാശി മാറുന്നുണ്ട്. ഇതിന്റെ എല്ലാം തനിയുള്ള വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതെന്ന് പറയുന്നത് ഒരു കോമ്പിനേഷൻ, മൊത്തത്തില് വ്യാഴവും ശനിയും രാഹുവും കേതുക്കളും എല്ലാം കൂടി ചേർന്ന് നിൽക്കുമ്പോൾ ഓരോ രാശിക്കാർക്ക് എന്തൊക്കെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ലഗ്നം രാശി ലഗ്നം കൂടി നോക്കാവുന്നതാണ്. നിങ്ങളുടെ രാശിയുടെ ഫലവും ലഗ്നയുടെ ഫലവും എടുത്തു കണ്ടോളൂ. അതിനനുസരിച്ചുള്ള വീഡിയോസ് തന്നെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. അതിനനുസരിച്ചുള്ള രാശി മാത്രം വെച്ച് നോക്കാവുന്ന രീതിയിലല്ല, രാശിയും ലഗ്നവും നിങ്ങൾക്ക് നോക്കാവുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ വീഡിയോ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഓരോ രാശിക്കാർക്കും മൊത്തത്തിൽ എങ്ങനെയുണ്ട്. അപ്പൊ ഒരു ഗ്രഹം മാത്രം നമ്മളെ അത്ര ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല. അപ്പം എല്ലാ ഗ്രഹങ്ങളുടെയും കൂടെ മാറ്റം നമുക്ക് എങ്ങനെയുണ്ട് എന്നും കൂടി നോക്കേണ്ട ആവശ്യം നമുക്കുണ്ടല്ലേ. നമുക്ക് വളരെ ഒത്തിരി നീട്ടാതെ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ആവശ്യമായി നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോസ് ആണ് ഇതെന്ന് കേട്ടോ. ഒരു വീഡിയോയുടെയെങ്കിലും അവസാന ഭാഗം കൂടി കാണുന്ന നിങ്ങൾക്ക് വളരെയധികം ഉത്തമമായിരിക്കും കേട്ടോ. അപ്പൊ വീഡിയോ തുടങ്ങുന്ന മുമ്പായിട്ട് വീഡിയോ ലൈക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ തുടങ്ങുക കേട്ടോ. നമ്മുടെ മേടരാശിക്കാരുടെ ഫലമാണ് കേട്ടോ. മേടരാശി എന്ന് പറയുമ്പോൾ അശ്വതി, ഭരണി, കാർത്തിക കാലം അല്ലെ. അപ്പൊ അശ്വതി അല്ലെങ്കിൽ ഭരണി, കാർത്തിക കാലം ഈ രണ്ടേകാല നക്ഷത്രക്കാർക്ക് ഈ ഒരു വ്യാഴം മാറ്റവും ശനി മാറ്റവും രാഹു കേതു ഛായാഗ്രഹങ്ങളുടെ മാറ്റങ്ങളൊക്കെ അനുബന്ധിച്ച് പിന്നെ മറ്റു ഗ്രഹങ്ങൾ ബുധന്, ശുക്രന്, കുജന് എല്ലാ ഗ്രഹങ്ങളുടെയും കൂടി മാറ്റത്തിൽ പ്രധാനമായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ഈ 4 ഗ്രഹങ്ങളാണ്. ശനിയും വ്യാഴവും ഛായാഗ്രഹങ്ങളായ രാഹു കേതുക്കളും കേട്ടോ. അപ്പം ഈ ഒരു രാശി മാറ്റത്തിൽ നിങ്ങൾ സെപ്പറേറ്റ് ഓരോ വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കാണാത്തതൊന്ന് കാണുക കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പം നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് നാം അറിയേണ്ടത്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ശനി എന്ന് പറയുന്ന 12 നിൽക്കുന്ന സമയമാണ്. ഓക്കെ. രാഹു എന്ന് പറയുന്ന 11 കേതു എന്ന് പറയുന്ന 5 നിൽക്കുന്ന സമയമാണ്. വ്യാഴം എന്ന് പറയുന്ന 3 നിൽക്കുക. ഓക്കെ. അപ്പൊ ഈ ഒരു ടൈമിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ശനി നമുക്കറിയാം മാർച്ച് 29 രാശി മാറിയിട്ടുണ്ടായിരുന്നു, കുംഭരാശിയിൽ നിന്ന് മീന രാശിയിലേക്ക്. അതുപോലെ തന്നെ മെയ് 14 വ്യാഴം മിഥുനം രാശിയിലേക്ക് രാശി മാറുന്നുണ്ട്, ഇടവത്തിൽ നിന്ന് മിഥുനത്തിലേക്ക്. അതുപോലെ തന്നെ മെയ് 18 രാഹു കേതുക്കൾ രാശി മാറുന്നു, മീനത്തിൽ നിന്ന് കുംഭത്തിലേക്കും കന്നിയിൽ നിന്നും ചിങ്ങത്തിലേക്കും രാശി മാറുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു മൊത്തത്തിൽ നോക്കി കഴിയുമ്പോൾ നമുക്ക് ഏകദേശം കിട്ടുക എന്ന് പറയുന്നത് 1 വർഷക്കാലമാണ്. ഓക്കെ. ഈ 1 വർഷക്കാലത്തില് നമുക്ക് എന്ന് വെച്ചാൽ ശനി നമുക്ക് 29 മാറിയാലും നമുക്ക് വ്യാഴവും രാഹുവും കേതുക്കളും മാറുന്നത് മെയ് ആണ്. സോ മെയ് 18 തൊട്ട് നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ മെയ് 14. ഓക്കെ. മെയ് 18 തൊട്ട് അപ്പൊ രാഹു കേതുക്കൾ മാറിയിട്ടുണ്ട്. സോ അന്ന് മുതൽ അടുത്ത വർഷം ഈ ഒരു മെയ് മാസം വരെ നമുക്ക് നോക്കാം. 2026 ഈ ഒരു 1 വർഷത്തെ കാലാവധിയിലെ ഫലങ്ങളായിരിക്കും നമ്മൾ നോക്കുക എന്ന് പറയാം. അപ്പൊ നമ്മളിവിടെ നോക്കുമ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഓരോ ഏജ് കാറ്റഗറി വെച്ചാൽ ഒരു 20, 30, 40, 50, 60 ഈ ഒരു കാറ്റഗറിയാണ്. അപ്പൊ 20 എന്ന് പറയുമ്പോൾ 20s മാത്രം, 20 വയസ്സുള്ളവർ. അപ്പൊ അതിന്റെ ഇടയ്ക്കുള്ളവരോ 20 എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 24 വരെ ഉള്ളവരെ നമുക്ക് കൂട്ടിയെടുക്കാം. ഓക്കെ. ഇപ്പൊ 30 കാൽക്കുലേഷൻ എടുക്കുമ്പോൾ നമുക്ക് 25 മുതൽ 35 വരെ നമുക്ക് എടുക്കാം. അതുപോലെ തന്നെ 40s എന്ന് പറയുമ്പോൾ നമുക്കൊരു 35 to 45 വരെ നമുക്ക് എടുക്കാം. 50s എന്ന് പറയുമ്പോൾ 45 അല്ലെങ്കിൽ 46 to 55 വരെ എടുക്കാം. 60s എന്ന് പറയുമ്പോൾ ഒരു 55 പ്ലസ് മുകളിലോട്ട് നമുക്ക് നോക്കാം. ഓക്കെ. 55 പ്ലസ് എത്രയായാലും സീനിയേഴ്സിനെ ഓക്കെ നമുക്ക് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. കാരണം നമുക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയിൽ എങ്ങനെയൊക്കെ കറക്റ്റ് ആയിട്ട് വരും എന്ന് നോക്കാം. അപ്പൊ ഈ ഒരു 24 വയസ്സ് വരെ ഉള്ളവരുടെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ 23, 24 വയസ്സ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് വിചാരിച്ച് നമ്മൾ ഒരിക്കലും ഇരിക്കല. സോ ആ ഒരു ചിന്താഗതി തന്നെ നമുക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. പഠന സംബന്ധമായിട്ട് ഉപരിപഠനത്തിന് നോക്കുന്നവർക്ക് ഒരു സഹായങ്ങൾ കിട്ടുക, ഒരു സപ്പോർട്ട് കിട്ടുന്ന ടൈം തന്നെയായിരിക്കും ഇതെന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ഡ്യൂട്ടി ചെയ്യുക. ഇപ്പൊ തൊഴിൽ ചെയ്യുന്നവരായാലും ഈ ഏജിലായാലും തൊഴിൽ ചെയ്യുന്നവരുണ്ടാവും. ഓക്കെ. തൊഴിൽ ചെയ്യുന്നവരായാലും അതുപോലെ തന്നെ നമ്മൾ പഠിക്കുന്നവരായാലും നമുക്ക് നമുക്കിപ്പോൾ തന്നേക്കുന്ന ഡ്യൂട്ടി, ആ ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. കാരണം നമ്മൾ വർക്ക് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് അതിന്റെ റിസൾട്ട് എന്തായാലും നമുക്ക് കിട്ടും. ഓക്കെ. ഞാൻ റിസൾട്ട് കിട്ടുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു എക്സ്പീരിയൻസ് എങ്കിലും അതിൽ നിന്ന് കിട്ടും. ഓക്കെ. എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ഒരു നെഗറ്റീവായിട്ട് വന്നാലും നമുക്കൊരു ചെറിയ വീഴ്ച പറ്റിയെങ്കിൽ പോലും ആ വീഴ്ചയിൽ നിന്ന് നമുക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഓക്കെ.
തെറ്റുകളിൽ നിന്ന് ശരി പഠിക്കാൻ പറ്റും, അല്ലെങ്കിൽ തെറ്റുകളിൽ നിന്ന് എന്താണ് കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും, ഒരു എക്സ്പീരിയൻസ് കിട്ടും. സോ ഈ നോളജ് വെച്ച് നമ്മൾ എന്ത് ചെയ്യുക, ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രദ്ധിക്കുക, നമ്മൾ അപ്സെറ്റ് ചെയ്ത് മുമ്പോട്ട് പോവാം. ഓക്കെ, അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി നിങ്ങൾക്ക് ബെറ്റർ ആവാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു 25-ന്റെ മുകളിലോട്ടും 35-ന് താഴത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം വരിക എന്ന് പറയുന്നത് രണ്ടാം റൗണ്ട് അല്ലെങ്കിൽ രണ്ടാമത്തെ തവണയായിരിക്കും ശനി വരിക എന്ന് പറയാം. നമുക്ക് ശനി മാറ്റത്തിന്റെ വീഡിയോ കൃത്യമായിട്ട് അത് പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്നുള്ള അലച്ചിലൊക്കെ ഉണ്ടാകും. ഇപ്പൊ തൊഴിൽ സംബന്ധമായി നോക്കിയാൽ നമുക്ക് തൊഴിൽ മാറേണ്ട ഒരവസ്ഥ, അല്ലെങ്കിൽ തൊഴിൽ പരമായിട്ട് നമുക്ക് സ്ഥലം മാറേണ്ട അവസ്ഥ, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്താൽ നമുക്ക് ജോബ് ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ പ്ലേസ് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യം വരിക, നമ്മുടെ ലൊക്കേഷൻ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഒരു അലച്ചില്, നമ്മളൊരു കാര്യത്തിന് നീങ്ങുമ്പോഴായാലും 1 നടക്കുന്നിടത്ത് 10 തവണ നടക്കേണ്ട അവസ്ഥ എന്ന് വെച്ചാൽ നമുക്കൊരു ഇരട്ടിപ്പണി എന്ന് പറയില്ലേ. സോ ആ രീതിയിൽ നിങ്ങൾക്ക് നടക്കേണ്ട ഒരു സിറ്റുവേഷൻസ് ഒക്കെ വരാൻ ക്രിയേറ്റ് ആവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലുണ്ട്. അതുപോലെ നമുക്കൊരു ഡൾനെസ്, നമ്മുടെ ആ ഊർജം, ഒരു ഉന്മേഷമൊക്കെ കുറവുള്ള ഫീലിങ് ഒക്കെ വരാനുള്ള ചാൻസ് പല സാധ്യത കൂടുതലാണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് പല സമയത്തും നമുക്ക് ഇഷ്ടമില്ലാത്ത സ്ഥലമാണെങ്കിൽ പോലും അവിടെ ജോലി ചെയ്യേണ്ട അവസ്ഥ നമുക്ക് ഉണ്ടാവാൻ സാധ്യത. കാരണം നമുക്ക് ഇഷ്ടം ഉണ്ടാവില്ല, പക്ഷെ നമുക്കൊരു വരുമാനം വേണം, നമുക്ക് കുറെ കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്, അത് പൂർത്തീകരിക്കണമെങ്കിൽ നമുക്ക് ഈ ജോലി ചെയ്തേ പറ്റുള്ളൂ. സോ നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ പോലും നമുക്ക് ആ സ്ഥലത്ത് വർക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥയൊക്കെ വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ജോലി ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ജോലി ഉണ്ടാവും, വരുമാനം ഉണ്ടാവും. ഓക്കെ, നിങ്ങൾക്ക് തൊഴിലും ഉണ്ടാവും, വരുമാനം ഉണ്ടാവും. തൊഴിലില്ലാത്തവർക്കാണെങ്കിൽ തൊഴിൽ കിട്ടാനുള്ള ഭാഗ്യമൊക്കെ ഉണ്ട്, നമുക്ക് വരുമാനം കിട്ടാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ എന്താണ്, കൃത്യമായിട്ടൊരു ഉപകാരത്തിലേക്ക് വരുമെന്ന് ചോദിച്ചാൽ അതിലൊരു ദർശനത്തിലേക്ക് നമ്മൾ ചിന്തിക്കേണ്ടത്. അതുപോലെ തന്നെ ചെറിയ തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. മനസ്സിനായാലുള്ള സ്വസ്ഥതയില്ലാതെ എപ്പോഴും ഒരു അസ്വസ്ഥമായിട്ട് എന്താണ് ഫുൾ സ്ട്രെസ് ആയിട്ട് ഒരു മനസ്സൊരു ഇങ്ങനെ പെടപെടപ്പിക്കുക എന്ന് പറയുന്ന ഒരു ഈ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ടൈം ആയിരിക്കും എന്ന് പറയുന്നത്. വിവാഹ ജീവിതത്തിനൊക്കെ നോക്കുന്നവരെ നോക്കി കഴിയുമ്പോൾ നിങ്ങൾ വിവാഹം കഴിച്ചിട്ടുള്ളവരാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നിങ്ങളുടെ ദേഷ്യത്തെ നിങ്ങളൊന്ന് കൺട്രോൾ ചെയ്യുന്നത് ഭയങ്കര ഉത്തമമായിരിക്കും കേട്ടോ. അത് നിങ്ങളായാലും നിങ്ങളുടെ പങ്കാളിയായാലും, അപ്പം ആര് ദേഷ്യപ്പെട്ടാലുമാണ്. സോ ഒരാൾ വിട്ടുകൊടുത്താലാണ് എന്താണ് അവിടെ ഒരു ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്കുള്ളിലായാലും എന്താണ് വിശ്വാസക്കുറവുകളൊക്കെ ഉണ്ടാവാൻ സാധ്യത, നിങ്ങൾ ആ ഒരു പങ്കാളികൾ തമ്മിലുള്ള വിശ്വാസ കുറവുകൾ, ഏറ്റക്കുറച്ചുകൾ ഉണ്ടൊക്കെ ഉണ്ടാവാൻ ജീവിതത്തിൽ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. കുറെ ചിന്താ പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധ്യത കൂടുതലാണ് കേട്ടോ. അതുപോലെ തന്നെ 35 വയസ്സ് മുകളിലോട്ട് നോക്കുകയാണെങ്കിൽ 35 വയസ്സ് മുകളിലോട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ തൊഴിൽ സംബന്ധമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ പുരോഗതിയൊക്കെ പ്രതീക്ഷിക്കുന്ന സമയമാണ്. പ്രൊമോഷനൊക്കെ നോക്കുന്നവർക്കൊക്കെ സാധിക്കുന്ന ടൈം തന്നെയാണ്. നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടുന്ന ടൈം ആയിരിക്കും. ആ എക്സ്പീരിയൻസ് നമ്മൾ എന്ത് ചെയ്യാം, നന്നാക്കുക. ഓരോ എക്സ്പീരിയൻസ് കിട്ടുമ്പോൾ വീണ്ടും ആ എക്സ്പീരിയൻസിന് കാരണം നിങ്ങൾ തിരിക്കല്ല. ഒന്ന് എക്സ്പീരിയൻസ് കിട്ടി, പിന്നെ നിങ്ങൾ അതിനെ അപ്ഗ്രേഡ് ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക. പക്ഷെ ഒരു തെറ്റ് പറ്റി വീണ്ടും ആ തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഈ സമയത്ത് നമ്മൾ ഒത്തിരി സേവിങ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാലും അത്ര നടക്കുന്ന ഒരു ടൈം തന്നെ ആയിരിക്കില്ല. നിങ്ങൾക്ക് എന്താണ് കുറച്ച് സേവിങ്സിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചെറിയ തരത്തിലായാലും ഒരു 35 വയസ്സ് മുകളിലോട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു കേസ് വഴക്കുകളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസും നിങ്ങൾക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് തൊഴിൽ സംബന്ധമായിട്ട് കുറച്ച് ബിസി സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ബിസി ആകുമ്പോൾ വരുമാനം ഭയങ്കര കൂടുമോ ചോദിച്ചാൽ അത്ര വരുമാനം ഹൈക്ക് ഉണ്ടാവുമെന്ന് വരില്ല. എന്നിരുന്നാൽ പോലും നമുക്ക് എന്താണ് ഇപ്പൊ തൊഴിൽ പ്രൊമോഷൻ, ജോലിയിൽ പ്രൊമോഷൻ കിട്ടുന്നവർക്ക് അതിന്റെ വരുമാനം കിട്ടിയാലും അതിന് സേവിങ്സ് നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് കുറവാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പൊ 500 കിട്ടുന്നിടത്ത് 1000 കിട്ടാൻ നിങ്ങൾക്ക് ബാക്കി 500 മീതി അനുസരിച്ചല്ല. നിങ്ങൾക്ക് 500 കിട്ടുന്നിടത്ത് 1000 കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിന് എക്സ്പീരിയൻസ് ആവും. നിങ്ങൾക്ക് ഇപ്പൊ 15,000 രൂപയാണ് കിട്ടുന്നത്, നിങ്ങൾക്ക് ഒരു ജോബ് പ്രൊമോഷൻ കിട്ടൊരു 18 അല്ലെങ്കിൽ 20 കിട്ടിയെന്ന് വിചാരിക്കാം, നിങ്ങൾക്ക് ആ 20-അനുസരിച്ച് എക്സ്പെൻസ് വരും. നിങ്ങൾക്ക് ഇനി 50,000 രൂപ സാലറി കിട്ടുമെന്ന് വിചാരിച്ചോ, നിങ്ങൾക്ക് 50,000 രൂപയ്ക്കുള്ള എക്സ്പീരിയൻസ് വരും. വെച്ചാൽ നിങ്ങൾക്ക് സേവ് ചെയ്യാനുള്ള ഒരു എമൗണ്ട് നിങ്ങൾക്ക് കിട്ടാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സേവിങ്സ് ഉണ്ടെങ്കിലും ആ സേവിങ്സിന് എടുത്ത് കളയുന്ന രീതിയിലുള്ള സിറ്റുവേഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സോ നിങ്ങൾക്ക് ഇവിടെ ചെലവുകൾ ഉണ്ടാകുമ്പോൾ അത് ഏറ്റവും നല്ലൊരു ചെലവിലേക്ക് മാറ്റാൻ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ നോക്കിയാൽ നമുക്കൊരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള പൊസിഷൻ ഒക്കെ കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം അവിടെ റിസ്ക് ഉണ്ട്. ഓക്കെ, അവിടെ ഒരു റെസ്പോൺസിബിൾ ആയ പൊസിഷനിൽ നമ്മൾ വരുമ്പോൾ നമുക്ക് എന്താണ് കുറച്ച് റിസ്കി സിറ്റുവേഷൻസ് ആണ്. എന്ന് വെച്ചാൽ നമുക്ക് ടെൻഷൻ ഉണ്ടാവും, മനസ്സിന് അസ്വസ്ഥത ഉണ്ടാവും, നമുക്ക് സ്ട്രെസ് ഉണ്ടാവും, പ്രഷർസ് ഉണ്ടാവും, നമുക്ക് റെസ്പോൺസിബിൾ ആവുന്നതനുസരിച്ചുള്ള എന്താണ് ചിന്താഗതികൾ ഉണ്ടാവാതിരിക്കണം. സോ അത്രയും ശ്രദ്ധയോടെ വേണം മുന്നോട്ട് പോകാൻ. സോ ഈ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഓട്ടോമാറ്റിക് റെസ്പോൺസിബിൾ പൊസിഷൻസ് ഒക്കെ കിട്ടാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. സോ ഈ കാര്യങ്ങൾ തെറ്റ് പറ്റാതെ പ്രത്യേകം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു എന്ന് വെച്ചാൽ ഈ ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഉപരിതലേക്ക് കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫാമിലിയിൽ നിന്ന് ഒരു പൂർണ്ണമായ സപ്പോർട്ട് കിട്ടുമെന്ന് ചോദിച്ചാൽ കിട്ടുമെന്ന് ഉറപ്പ് പറയാൻ പറ്റുന്ന ടൈം അല്ല.
സോ നിങ്ങൾ എന്ത് ചെയ്യുക, അത് മനസ്സിലാക്കി മുന്നോട്ട് പോവാം. എന്നുവെച്ചാൽ നമുക്കറിയാമെങ്കിൽ നമുക്കതിൽ ഒത്തിരി ടെൻഷൻ ഉണ്ടാവില്ല. നമുക്ക് വിചാരിക്കും ഞാൻ ഇറങ്ങി എൻ്റെ ഫാമിലിയുടെ ഫുൾ സപ്പോർട്ട് കിട്ടുമേ എന്ന് വിചാരിച്ച ഒരു കാര്യത്തിന് ഇറങ്ങി കഴിഞ്ഞിട്ട് കിട്ടാതെ വരുമ്പോൾ ഒരു സങ്കടം ഉണ്ടാവും. ഓക്കെ, അതുകൊണ്ട് ആ കാര്യം മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ വലിയ പ്രശ്നമില്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. സോ അതുപോലെ തന്നെ ചിലർക്ക് മേടരാശി ജനിച്ച ചിലർക്ക് ഫാമിലിയെ പോലും ശ്രദ്ധിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ. അതുപോലെ ഇൻവെസ്റ്റ്മെന്റ് സൈഡിലേക്ക് ചിന്തിക്കുന്നവർ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് ആലോചിച്ച് മാത്രം ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ നോക്കുക. ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ വേണം. അതുപോലെ തന്നെ ഫാമിലിയെ നോക്കിക്കഴിഞ്ഞാൽ ഫാമിലി സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള ചെലവുകൾ നമുക്ക് കൊണ്ടുവന്ന് തരും. ഓക്കെ, ഞാൻ പറഞ്ഞ ചെലവുകൾ എങ്ങനെയൊക്കെ ഉണ്ടാവും, നമ്മൾ ഉണ്ടാക്കിയില്ലെങ്കിൽ നമ്മുടെ ഫാമിലി ഉണ്ടാക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, ആരെങ്കിലുമൊക്കെ മുഖേന നമുക്ക് കുറച്ച് ചെലവുകളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അതുപോലെ തന്നെ ഒരു 35 വയസ്സ് മുകളിലുള്ള സ്ത്രീകളെ നോക്കിയാൽ നിങ്ങളുടെ ലെവലിലേക്കൊക്കെ പോകുന്ന ടൈമായിട്ടൊക്കെ പറയാം. അതുപോലെ തന്നെ 45 വയസ്സ് മുകളിലേക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഭവന നിർമ്മാണമൊക്കെ നോക്കാൻ നിൽക്കുന്നവർക്ക് അനുകൂലമായ ടൈമാണ്. ഭവന ഭാഗ്യമൊക്കെ പറയാം. വിദേശത്ത് നിന്ന് മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അത് അനുകൂലമായ സമയമാണ്. അതുപോലെ ചിലർക്ക് ബിസിനസ് ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. ചെയ്യരുത് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ചിന്തിച്ച് മാത്രം ചെയ്യുക. കുറച്ച് കരുതലൊക്കെ എടുത്തും മാത്രം ചെയ്യുക കേട്ടോ. അതുപോലെ സന്താനങ്ങളുടെ വിവാഹ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നവർക്ക് ചിന്തിക്കാവുന്ന സമയം തന്നെയാണ് ഇതെന്ന് പറയുന്നത്. നമ്മൾ എന്ത് കാര്യം ചെയ്താലും നമുക്കൊരു ക്ഷമ വേണമെന്നുള്ള കാര്യം മറക്കരുത് കേട്ടോ. അതുപോലെ ഫാമിലി മെമ്പേഴ്സുമായിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ ക്ഷമയോടെ സമാധാനത്തിൽ സംസാരിക്കാൻ ശ്രദ്ധിക്കാം. എന്ത് ചെയ്യാം, ഒരു രമ്യതയോടെ ഒക്കെ തീരുമാനങ്ങൾ എടുക്കുന്നത് കുറച്ചുകൂടി ഉത്തമമായിരിക്കും കേട്ടോ. ഒരു 55 വയസ്സ് മുകളിലേക്ക് സീനിയേഴ്സിനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ആരോഗ്യം നമ്മൾ ശ്രദ്ധിക്കാം. നമ്മുടെ മൈൻഡിനെ നമ്മൾ നോക്കുക. നമുക്കുള്ള കൺവിൻമെന്റ്സ്, നമ്മുടെ ഫാമിലി, ഈ ഒരു സ്ഥലത്തിലൊക്കെ നമുക്ക് ഒരു തരത്തില് ഒരു ഒരു പ്രതികൂലമായ അവസ്ഥ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ ഈ കാര്യങ്ങളിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുന്നത് ഉത്തമമാണ്. നിങ്ങളെ ജോലി എന്ന രീതിയിൽ മുന്നോട്ട് പോകാമെങ്കിൽ വലിയ പ്രശ്നമില്ലാതെ നിങ്ങൾക്ക് ഈ ഒരു ടൈം കടത്തിയെടുക്കാൻ സാധിക്കും കേട്ടോ. മൊത്തത്തിൽ പറഞ്ഞത് മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോവാം. എന്നുവെച്ചാൽ മേടരാശിക്കാരെ സംബന്ധിച്ചോളം ഒന്ന് ശ്രദ്ധാപൂർവം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ലാത്ത ടൈം തന്നെയാണ് ഇതെന്ന് പറയുന്നത് കേട്ടോ. ശ്രദ്ധാപൂർവം നീങ്ങുന്നത് മാത്രം. ശ്രദ്ധയോടെ നീങ്ങുവാണെങ്കിൽ മേടരാശിക്കാരെ സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ഗ്രഹങ്ങളുടെ രാശിമാറ്റത്തിന്റെ ഫലം നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് കണ്ട് മനസ്സിലാക്കുക കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇത്രയൊക്കെയാണ് നമ്മുടെ രാശിഫല ലഗ്നഫലം എന്ന് പറയുക കേട്ടോ. രണ്ടിനും കൂടി അനുസരിതമായിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മുടെ പേര് നക്ഷത്രവും താര കമന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പാഠത്തിന് നിങ്ങളുടെ പേര് നക്ഷത്രം ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ. അപ്പൊ പേര് നക്ഷത്രം കമന്റ് ചെയ്യുന്നവരെ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക, പേര് നക്ഷത്രം താര കമന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ നിങ്ങളുടെ പ്രാർത്ഥനയിലും നിങ്ങളുടെ പേര് നക്ഷത്രം കമന്റ് ചെയ്യുന്ന പോലെ തന്നെ ആ മറ്റുള്ള പേര് നക്ഷത്രക്കാരുടെ വേണ്ടിയും കൂടി എന്ത് ചെയ്യുക, ഒന്ന് പ്രാർത്ഥിക്കുക. അപ്പൊ ഫലം ഇരട്ടിയായിട്ട് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ പെഡിഷന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇതെന്ന് പറയുന്ന ഒരു കോമൺ പെഡിഷൻ മാത്രമാണ് അല്ലെ. നമ്മൾ ഓരോരുത്തരുടെ ജാതകം മേടിച്ചിട്ട് തരുന്ന പെഡിഷൻസ് അല്ല. കോമൺ ആയിട്ട് ഇന്ന രാഷ്ട്രീയക്കാർക്ക് ഇന്ന രത്നക്കാർക്ക് ഇന്നൊക്കെ ഫലങ്ങൾ വരാൻ സാധ്യതയുണ്ട്, ഇന്നൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സോ അതൊക്കെ അനുസരിച്ച് മുന്നോട്ട് പോവാം. ഇത് ഒരു പേഴ്സണാലിറ്റി ആയിട്ട് എടുക്കണം. നമ്മുടെ വ്യക്തിപരമായിട്ട് ഇപ്പൊ പലരും ചിന്തിക്കാണ്ട് ഈ പറഞ്ഞ ഫലങ്ങളൊന്നും എനിക്ക് കിട്ടാറില്ലല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജാതകം നമ്മൾ പരിശോധിക്കുന്നില്ല. ഞാൻ പറയാനുണ്ട്, നമ്മുടെ ജാതകം പരിശോധിച്ച് അല്ലെ നമുക്ക് സ്വയം നമ്മുടെ ജാതകം കണക്ട് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ഈ ഗോചര ഫലത്തിനോട് നമ്മുടെ ജാതക ഫലവും കൂടി കണക്ട് ചെയ്ത ഗ്രഹങ്ങളുടെ ശക്തിയും ബലങ്ങളെല്ലാം മനസ്സിലാക്കി കണക്ട് ചെയ്തിട്ട് നമുക്ക് പിടിച്ച് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു കാര്യം വായിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് അക്യൂറേറ്റ് ആയിട്ട് മനസ്സിലാവും. അത് എഴുതിയില്ലെങ്കിൽ എന്ത് ചെയ്യണം, നമ്മളൊരു നല്ല കാര്യത്തിന് ഇറങ്ങാൻ പോവാണ്, നമ്മൾ മൊത്തത്തിൽ പ്രശ്നത്തിനാണ് നിൽക്കണമെങ്കിൽ നമുക്ക് നല്ല ഫലം നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതെന്താണ് അതിന്റെ റീസൺ. നമുക്കൊരു നല്ല ഫലം ടൈമാണ്, എന്തുകൊണ്ട് കിട്ടുന്നില്ല അത് മനസ്സിലാക്കേണ്ട ആരുടെ ഉത്തരവാദിത്തമാണ്, നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ് അത്. ഓക്കെ, അങ്ങനെ മനസ്സിലാക്കി മുന്നോട്ട് പോവാ കേട്ടോ. അതുപോലെ നമ്മുടെ ഇപ്പൊ ദശ ഏതാണ്, നമുക്കിപ്പോ നടക്കുന്ന അപകാരം ഏതാണ്, നമുക്ക് നമ്മുടെ ജാതകത്തിൽ ഏതൊക്കെ ഗ്രഹങ്ങൾക്കാണ് ബലമുള്ളത്, ഏതൊക്കെ ഗ്രഹങ്ങൾക്കാണ് ബലം കുറവുള്ളത്, നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മറ്റുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളും, അതുപോലെ തന്നെ നമ്മുടെ ഹാർഡ് വർക്കും നല്ല ടൈം ആയെങ്കിൽ നമ്മൾ അതുപോലെ വർക്ക് കൂടി ചെയ്യുമ്പോൾ മാത്രമേ റിസൾട്ട് കിട്ടുള്ളൂ. ഓക്കെ, ഞാൻ എല്ലാ വീഡിയോയും നമ്മുടെ ചാനൽ തുടക്കം തൊട്ടേ ഞാൻ പറയുന്ന കാര്യമാണ്. സോ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് ഹാപ്പി ആയിട്ട് പോകട്ടോ. പിന്നെ നല്ലത് പ്രതീക്ഷിക്കുക. നമ്മൾ ഒത്തിരി നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ബ്രെയിനിന് കൊടുക്കുന്നെങ്കിൽ ഓട്ടോമാറ്റിക് നമുക്ക് നെഗറ്റീവ് മാത്രമേ വരുള്ളൂ. എനിക്ക് ഒരു കാലത്ത് ഞാൻ രക്ഷപ്പെടില്ല എന്ന് നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾ ഒരിക്കലും ഒരു കാലത്ത് നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. ഓക്കെ, നിങ്ങൾ വേറൊരാൾ നശിച്ചുപോട്ടെന്ന് പറഞ്ഞാലും അവർ നശിച്ചില്ലെങ്കിൽ നിങ്ങൾ സ്വയം നശിക്കും. ഓക്കെ, നമ്മൾ കൊടുക്കുന്ന ഇൻഫോർമേഷൻ, നമ്മൾ കൊടുക്കുന്ന ഈ വാക്കുകൾ എന്ന് പറയുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്ത് ചെയ്യും,
രജിസ്റ്റർ ചെയ്യും. സബ് കോൺഷ്യസ് മൈൻഡ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി അത് എന്ത് ചെയ്യും, നമ്മളിലേക്ക് അത് പരിഹരിക്കും. ഓക്കെ, അപ്പൊ എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക, പോസിറ്റീവായിട്ട് പ്രവർത്തിക്കുക, പോസിറ്റീവായിട്ട് പറയുക. ഇപ്പൊ അത് മോശ സമയമാണെങ്കിൽ പോലും നിങ്ങൾക്ക് നല്ല സമയങ്ങൾ വരുന്നു അല്ലെങ്കിൽ നല്ലതായി നടക്കുന്നു എന്ന് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി പറയുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ കാര്യം നല്ലതായിട്ട് നടക്കാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് കേട്ടോ. നിങ്ങൾ ബിലീവ് ചെയ്യണം. ബിലീവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഡൗട്ട് ഉണ്ടാവാൻ പാടില്ല. ബിലീവ് ചെയ്യുക, പിന്നെ മുന്നോട്ട് നിങ്ങളുടെ വർക്ക് ചെയ്ത് പോവുക. കറക്റ്റായിട്ട് നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് പവേഴ്സ് ക്ലബിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അത് ജോയിൻ ചെയ്യാവുന്നതാണ്. ഈ മെയ് 18 മെയ് 25 നമ്മുടെ മില്യനേഴ്സ് സക്സസ് മന്ത്രയുടെ ക്ലാസ് നടക്കുന്നുണ്ട്. മെയ് 18 നടക്കുന്നതെന്ന് പറയുന്നത് ഫ്രീ വെബിനാർ ആണ്. അതിൽ നമ്മൾ എന്ത് ചെയ്യും, മില്യനേഴ്സ് സക്സസ് മന്ത്രയുടെ നമ്മളിപ്പോൾ ഇതുവരെ കണ്ടിന്യൂസ് എനിക്ക് തോന്നുന്നു 10 ബാച്ചായി എന്ന് തോന്നുന്നു. കൃത്യമായിട്ട് ഞാൻ കണക്ക് സൂക്ഷിക്കാറില്ല. അതുകൊണ്ട് എന്താണ് 10ാമത്തെ ബാച്ചാണ് മില്യനേഴ്സ് സക്സസ് മന്ത്രയുടെ. അന്നത്തെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. ഇനി അല്ല, മെയ് 25 അതിന്റെ അഡ്വാൻസ് കോഴ്സ്, ഓക്കെ, അഡ്വാൻസ് കോഴ്സ് നടക്കുന്നുണ്ട്. അതിന്റെ ഫീസ് കാര്യങ്ങൾ വരിക എന്ന് പറയുന്നതെല്ലാം നമ്മുടെ ഗ്രൂപ്പിൽ നമ്മൾ അറിയിക്കുന്നുണ്ട് കേട്ടോ, പവേഴ്സ് ക്ലബിൽ. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ ഇങ്ങനത്തെ ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, വരുമാനം ആഗ്രഹിക്കുന്നവർക്ക്, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള വെബിനാർ ആണ് അതെന്ന് പറയുന്നത്. സോ അത് റിലേറ്റഡ് ആയിട്ടുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ആ ഒരു വെബിനാറിൽ പങ്കെടുക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട്. കാരണം ഇനി കുറച്ച് നാളും കൂടി ഉണ്ടാവുള്ളൂ ലൈവായിട്ട്. ബാക്കി നമ്മൾ റെക്കോർഡിലേക്ക് മാറുവാണ്. കാരണം നമുക്ക് ആ ടൈം ഒന്ന് അലോക്കേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇനി കൂടിപ്പോ 1-2 ക്ലാസ്സും കൂടി ആയിരിക്കും ലൈവായിട്ട് നടത്തുള്ളൂ. ബാക്കി മൊത്തം റെക്കോർഡിംഗ് ക്ലാസ്സസ് ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യാന്ന് പറയാം. സോ റെക്കോർഡിംഗ് ഒരിക്കലും നമ്മുടെ ലൈവ് ക്ലാസിന്റെ അത്ര എഫക്റ്റീവ് ആവില്ല. ഓക്കെ, ലൈവ് ആകുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഞാൻ കണ്ട് അല്ലെങ്കിൽ ഞാൻ സംസാരിച്ച് നിങ്ങളെയും കൂടി ഒന്ന്, ബട്ട് റെക്കോർഡിംഗ് ആകുമ്പോൾ അത് നടക്കൂല. ഓക്കെ, റെക്കോർഡിംഗ് ആകുമ്പോൾ ഞാനൊരു കമ്പ്യൂട്ടറിന് മുമ്പിൽ നിന്ന് സംസാരിക്കുന്ന രീതി മാത്രമേ ഉണ്ടാവുള്ളൂ. സോ മില്യൻ സക്സസ് മന്ത്ര എന്ന് പറയുന്ന വെബിനാറിൽ ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇതാണ് ഏറ്റവും കറക്റ്റ് ടൈം എന്ന് പറയുന്നത്. മെയ് 25 വെബിനാറില്ല, മെയ് 25 നടക്കുന്ന മില്യനേഴ്സ് സക്സസ് മന്ത്രയുടെ പെയ്ഡ് വെബിനാറിലേക്ക് ജോയിൻ ചെയ്തോളൂ. നിങ്ങൾക്ക് എന്തായാലും അതിന്റെ ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ അതിനൊരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടാവും. നമ്മുടെ പെയ്ഡ് വെബിനാറിൽ ജോയിൻ ചെയ്തവർക്ക് അതിന്റെ ബെനിഫിറ്റ് അറിയാം. അവരതിന്റെ ടെസ്റ്റിമോണീസ് ഒക്കെ നന്നായി തന്നിട്ടുണ്ട്. സോ ഇനി മുമ്പോട്ട് നിങ്ങളുടെ ലൈഫ് അടിപൊളിയാവണമെന്ന് നമ്മൾ അഫർമേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതെങ്ങനെ അഫർമേഷൻ കിട്ടിയോന്ന് വിചാരിച്ചില്ല, അതെങ്ങനെ യൂസ് ചെയ്യുന്നതും കൂടി അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് അതുകൊണ്ട് ഒരു പ്രയോജനമുള്ളൂ. സോ അതിനെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മെയ് 25 പഠിപ്പിക്കുന്നുണ്ട്. സോ വെബിനാർ ജോയിൻ ചെയ്യുന്നവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം നമ്മുടെ പവേഴ്സ് ക്ലബിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നവർക്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കേട്ടോ. നിങ്ങളുടെ സബ്സ്ക്രൈബും ലൈക്കും കമന്റ്സ് ഒക്കെയാണ് നമുക്ക് നല്ലൊരു മോട്ടീവ്. നമുക്കൊരു വീഡിയോ പ്രിപ്പയർ ചെയ്യാം. നമുക്കിപ്പോൾ 1 വീക്ക് ടൈം എടുത്താലും ഒരു വീഡിയോ പ്രിപ്പയർ ചെയ്യുന്നെങ്കിലും അതിന്റെ എഫക്ട് നമുക്ക് തോന്നാതിരിക്കണമെങ്കിൽ നിങ്ങളുടെ ലവ് ആൻഡ് സപ്പോർട്ടാണ് ഏറ്റവും പ്രധാനം. ഞാൻ ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ചെയ്യുന്നതിന്റെ കാരണം അത് മാത്രം ആ വീഡിയോസ് അത്ര പ്രൊഡക്റ്റീവ് ആക്കി മാറ്റുന്നത്. കാരണം ഓരോ രാശിയുടെ ഫലങ്ങളും വേണമെങ്കിൽ നമുക്ക് നിസ്സാര കുറച്ച് സമയം കൊണ്ട് വീഡിയോ പ്രിപ്പയർ ചെയ്തിടാവുന്നതാണ്. പക്ഷെ അതല്ലാതെ നമ്മൾ ടൈം എടുത്ത് ഏകദേശം 1 വീക്ക് ടൈം എടുത്താണ് ഒരു മന്ത്ലി പ്രെഡിക്ഷൻ ആയാലും ഒരു ട്രാൻസ്ലേറ്റ് പ്രെഡിക്ഷൻ ആയാലും നമ്മൾ എന്ത് ചെയ്യണേ, മൊത്തം കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിന്റെ പ്രെഡിക്ഷൻസ് എഴുതി ചെയ്യണം. ഒരു കാര്യം നിങ്ങൾക്ക് അറിയിക്കേണ്ട ഒരു കാര്യം വിട്ടു പോകലെന്ന് ഉറപ്പുവരുത്തി അത് നോട്ട് ചെയ്ത് വെച്ച് നിങ്ങളോട് പറയാൻ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലൊക്കെ പറയാൻ കാരണം നിങ്ങൾ തരുന്ന ലവ് ആൻഡ് സപ്പോർട്ട് തന്നെയാണ്. ഓക്കെ, അത് തുടർന്ന് മുമ്പോട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മറ്റൊരു ദിവസം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം.